വിഷ്ണു പ്രകാശ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഒരുപാട് മലയാളികളെ സംബന്ധിച്ചോളം ഒരു ആശങ്കയിലേക്ക് എത്തിക്കുന്നത് അവർ പോകേണ്ടിരുന്ന വിമാന സർവീസുകൾ, അവിടെ നിന്ന് തിരികെ നാട്ടിലേക്കുള്ള വിമാന സർവീസുകളൊക്കെ റദ്ദാക്കപ്പെടുന്നു എന്നുള്ളതാണ്. വിഷ്ണു പ്രകാശ് ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലാണല്ലോ ഉള്ളത്. അവിടെയുള്ള ആളുകളുടെ ഒരു ആശങ്ക, അവർക്കൊരു വിഷമസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നേരത്തെ തേടിയിരുന്നു. ഇപ്പോഴെന്താണ് അവിടെ നിന്നും അറിയിപ്പായി ലഭ്യമാകുന്നത്? പ്രതീക്ഷയെ ഇപ്പോഴും ഇവിടെ യാത്രക്കാർ ധാരാളമായി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ വന്നതിൽ കൂടുതലായിട്ടുള്ള ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം വരും മണിക്കൂറുകളിൽ കൂടുതൽ വിമാന സർവീസുകളുണ്ട്. ആ വിമാന സർവീസുകളെല്ലാം ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലോട്ട്, ഖത്തർ, അതുപോലെ തന്നെ UAE, ബഹ്റിൻ തുടങ്ങിയ സ്ഥലങ്ങളിലോട്ട് പോകേണ്ടതായിട്ടുള്ള ആളുകളുണ്ട്. അവരെല്ലാം ഇപ്പോൾ കൂടുതലായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അടിയന്തരമായി പെട്ടെന്ന് ഈ വ്യോമാതിർത്തി അടച്ച സാഹചര്യത്തിൽ ഈ വിമാനങ്ങളെല്ലാം ക്യാൻസലായിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പലരും അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നാളെ ഈ രാജ്യങ്ങളിൽ ചെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടതായിട്ടുള്ള ആളുകളെല്ലാം ഉണ്ട്. അവരെയെല്ലാം ഇതിപ്പോൾ വലിയ ആശങ്കയാണുള്ളത്. ഇപ്പോൾ എന്ന് ഇതിനൊരു പരിഹാരം കാണും, അതുപോലെ ഏതൊരു അവസ്ഥയിൽ ഇനി അവർക്ക് ഈ മറ്റു രാജ്യങ്ങളിലോട്ട്, അതായത് ജോലി സ്ഥലത്തോട്ടൊക്കെ എത്താൻ പറ്റുമെന്നുള്ളൊരു ആശങ്ക ഈ പറയുന്ന ഈ വന്നിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. ഇവരെ കൊണ്ടുവിടാൻ വന്നിട്ടുള്ള ആളുകളും ധാരാളമായി തന്നെ ഇവിടെയുണ്ട്. അവർക്കെല്ലാം ഈ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ആൾ ചേട്ടാ, എവിടേക്ക് പോകാൻ, എവിടേക്ക് യാത്ര ചെയ്യാൻ? കുവൈറ്റിലോട്ട് യുദ്ധത്തിൻ്റെ ആശങ്കയിൽ നിൽക്കുകയാണ്. ഉണ്ടാവല്ലേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ കുവൈറ്റിലോട്ടേക്ക് 3 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാൻ കുറച്ച് നേരത്തെ എത്തി. ചാലക്കുടി തൃശ്ശൂർ റോഡ് ഭയങ്കര മോശമല്ലേ, ഭയങ്കര ബ്ലോക്കല്ലേ. എവിടുന്നാണ് വരുന്നത്? ഞാൻ പട്ടാമ്പി കറുകപ്പത്തൂർ എന്ന് പറയും, ആ സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ അന്ന് കുടുങ്ങിയെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കുറച്ച് അവർ എയർപോർട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടുന്നതിന് മുന്നേ അവർ പറഞ്ഞു, നിങ്ങളെല്ലാവരും പുറത്ത് പോയിക്കോ, മിഡിൽ ഈസ്റ്റിലെ എല്ലാ വണ്ടികളും എല്ലാ ഫ്ലൈറ്റുകളും ക്ലോസ് ആണെന്ന് പറഞ്ഞു. അകത്ത് കയറിയതായിരുന്നു. എന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പറും പേരൊക്കെ അവർ എഴുതി മേടിച്ചിട്ട് അവർ പുറത്താക്കി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഒരു വണ്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചു, ജസീറ എന്നാണ് വിളിക്കുന്നത് പറഞ്ഞു. ഒരു 2 മണി വരെ വെയിറ്റ് ചെയ്യൂ, 2 മണിക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആരെ കോൺടാക്ട് ചെയ്യേണ്ടി വെച്ച് പറഞ്ഞു, ബോർഡിൽ വരും ക്യാൻസൽ എന്നില്ല, അപ്പോൾ മാത്രം പോയാൽ മതി, വേറെ ഒന്നും അവർക്കും ഒന്നും പറയല്ല. യുദ്ധത്തിൻ്റെ ഒരു സംഭവമായിരിക്കും. സംഗതി വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അവിടെ എത്തി ജോയിൻ ചെയ്യേണ്ട ദിവസങ്ങളാണ്. ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? കുവൈറ്റിൽ ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യണം. ജോയിൻ ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഒരു പരിസരത്ത് നമുക്കിവിടെ തടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാം പങ്കുവയ്ക്കുന്ന ആശങ്ക ഇതാണ്. അടുത്ത ദിവസങ്ങളിലെല്ലാം ജോലിക്കെല്ലാം പോകേണ്ട ആളുകളായിട്ടുണ്ട്. ചേട്ടാ, എവിടേക്ക് യാത്ര ചെയ്യാനുള്ളതാണ്? പലരും ആ ഒരു മനോവിഷമത്തിൽ പ്രതികരിക്കാൻ തന്നെ തയ്യാറായിട്ടില്ല. കാരണം അത്ര ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പലരും ഈ ഇത്തരത്തിലുള്ള ജോലികൾക്കെല്ലാം പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിനുള്ളൊരു സാഹചര്യമല്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ അറിയാം, ഒരുപാട് പേർ ഇവിടെ തടിച്ചു കൂട്ടിയിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു ബോർഡ്, അതിലാണ് ഇപ്പോൾ ഈ വിമാനം ക്യാൻസലായതും അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്തതും എല്ലാം പ്രകാരമുള്ള മുന്നറിയിപ്പുകൾ വരുന്നത്. എയർപോർട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.